ഞാൻ ഡോക്ടർ നീതു തമ്പി, കൺസൾട്ടൻറ്റ് പൾമനോളജിസ്റ്റ് ആൻഡ് അലർജി സ്പെഷ്യലിസ്റ്റ് ആണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ന്യൂമോണിയ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ന്യൂമോണിയ എന്ന് പറയുന്ന അസുഖത്തിനെ പറ്റിയിട്ട് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. എന്നാൽ ഇതെന്താണെന്ന് ഇപ്പോഴും പലർക്കും വലിയ കൺഫ്യൂഷനാണ്. ശ്വാസകോശത്തിനെ ബാധിക്കുന്ന ഒരു ഇൻഫെക്ഷനെയാണ് നമ്മൾ ന്യൂമോണിയ എന്ന് പറയുക. അതേസമയം ചെറിയ ഇൻഫെക്ഷനുകളൊക്കെ സാധാരണ ശ്വാസകോശത്തിൻ്റെ കുഴലുകൾ വരെയൊക്കെ എത്തുള്ളൂ. അതിനെയാണ് ബ്രോങ്കൈറ്റിസ് എന്നൊക്കെ പറയുന്നത്. ഇത് ശ്വാസകോശത്തിൻ്റെ വായു സഞ്ചികൾ വരെ അങ്ങറ്റം വരെ എത്തിയിട്ട് അത് വലിയ ഇൻഫെക്ഷനൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണ് അതിനെ ന്യൂമോണിയ എന്ന് പറയുന്നത്. എങ്ങനെയാണ് നമുക്ക് ന്യൂമോണിയ വരുന്നത്? ന്യൂമോണിയ യൂഷ്വലി ഒരു ഇൻഫെക്ഷൻ ആയിട്ടാണ് വരുന്നത്. ആ ഇൻഫെക്ഷൻ വൈറസ് കാരണമാവാം, ഫംഗസ് കാരണമാവാം, ബാക്ടീരിയ കാരണമാവാം. വൈറസ് കാരണമുള്ള ഇൻഫെക്ഷനെ പറ്റിയിട്ട് നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവും. കോവിഡിൻ്റെ സമയത്ത് ഉണ്ടായിട്ടുള്ള കോവിഡ് ന്യൂമോണിയ, അതേപോലെ തന്നെ H1N1 ഇൻഫ്ലുവൻസ, നമ്മുടെ സ്വൈൻ ഫ്ലൂ കാരണമുള്ള ന്യൂമോണിയ, ഇതൊക്കെ വൈറൽ ന്യൂമോണിയകളിൽ പെടും. ഫംഗൽ ന്യൂമോണിയകൾ വളരെ അൺകോമൺ ആണ്. ഫംഗസ് കാരണം വരുന്ന ന്യൂമോണിയകൾ സാധാരണ ശ്വാസകോശത്തിന് ഓൾറെഡി എന്തെങ്കിലും ഡാമേജ് ഉള്ള ആൾക്കാർക്കൊക്കെയാണ് അങ്ങനെയുള്ള ന്യൂമോണിയകൾ വരിക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് ബാക്ടീരിയ കാരണം വരുന്ന ന്യൂമോണിയകൾ. ഇത് പല രീതിയിലും നമുക്ക് ലങ്സിൽ എത്തിപ്പെടാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പകർച്ചവ്യാധിയായിട്ട് വരുന്നതാണ്. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകർന്നിട്ടുള്ളൊരു അസുഖം ഒരു ഇമ്മ്യൂണിറ്റി ഇച്ചിരി കുറവുള്ള ഒരു മനുഷ്യന് എയർ സാക്ക് വരെ എത്തി അവിടെ ഇൻഫെക്ഷൻ പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണ് ന്യൂമോണിയ കോമൺ ആയിട്ട് ഉണ്ടാകുന്നത്. ചുരുക്കം ചില പേരിൽ മറ്റുള്ള ഓർഗൻസിൽ എന്തെങ്കിലും ഉണ്ടായിട്ടുള്ള ഒരു ഇൻഫെക്ഷൻ അവനവൻ്റെ ബ്ലഡിൽ കൂടി തന്നെ ട്രാവൽ ചെയ്ത് നമ്മുടെ ശ്വാസകോശത്തിലെത്തി അവിടെ ഇൻഫെക്ഷൻ പ്രൊഡ്യൂസ് ചെയ്യാം. അപ്പോഴും ന്യൂമോണിയ ഉണ്ടാവും. മറ്റൊരു കൂട്ടമാണ് ബ്ലഡ് റിഡൻ ആയിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ ക്രോണിക് ആയിട്ടുള്ള എന്തെങ്കിലും അസുഖമൊക്കെ ബാധിച്ച് കിടപ്പായിട്ടുള്ള ആളുകൾ, ഭക്ഷണം സ്വാലോ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുള്ള ആളുകൾക്കൊക്കെ വരുന്ന ഒരു ടൈപ്പ് ന്യൂമോണിയാണ് ആസ്പിറേഷൻ ന്യൂമോണിയ എന്ന് പറയുക. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ വയറ്റിൽ നിന്നുള്ള കണ്ടൻറ്റ് തന്നെ വഴി മാറി ശ്വാസകോശത്തിലേക്ക് പോയി അത് അവിടെ പോയിട്ട് ഉണ്ടാക്കുന്ന ഇൻഫെക്ഷനെയാണ് നമ്മൾ ആസ്പിറേഷൻ ന്യൂമോണിയ എന്ന് പറയുക. വേറെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമുണ്ട്. ഈ COPD, ആസ്മയൊക്കെ പോലെ സ്ഥിരമായിട്ട് ശ്വാസകോശത്തിന് രോഗങ്ങൾ വരുന്ന ചില ആൾക്കാരുണ്ട്. ഇങ്ങനെയുള്ള ആൾക്കാരുടെ ഉള്ളിൽ തന്നെ കുറേ ബാക്ടീരിയകൾ താമസം ഉണ്ടാവും. അപ്പോൾ ഈ സാധനങ്ങളെ കോളനൈസേഴ്സ് എന്നാണ് വിളിക്കുക. ഇത് അവിടെ എവിടെയൊക്കെ ആയിട്ട് ക്വയറ്റായിട്ടിരിക്കും. ഈ ആളുകളുടെ കുറച്ചൊന്ന് പ്രതിരോധ ശക്തി ഒന്ന് താഴ്ന്ന ഏതെങ്കിലും അവസരത്തിൽ ഇത് പുറത്ത് വന്ന് ഉള്ളിൽ നിന്ന് തന്നെ രോഗം ഉണ്ടാക്കും. അപ്പോൾ പുറത്തുനിന്ന് നമുക്ക് വേറെ ഇൻഫെക്ഷനൊന്നും വന്നിട്ടുണ്ടാവണം എന്നൊന്നുമില്ല. നമ്മളുടെ ഇമ്മ്യൂണിറ്റി കുറയുന്ന അവസരത്തിൽ ഉള്ളിൽ തന്നെയുള്ള ബാക്ടീരിയകളും ഇങ്ങനെ ഇൻഫെക്ഷൻ ഉണ്ടാക്കാം. ഇൻഫെക്ഷൻസ് ഒക്കെ എല്ലാവർക്കും വരുന്നുണ്ട്, പക്ഷേ ന്യൂമോണിയ വളരെ കുറവ് ആളുകളിലേ കാണുള്ളൂ. അപ്പോൾ ഇങ്ങനെ വരാൻ സാധ്യതയുള്ള ആളുകൾ ആരാണ്? ഇത് പ്രായമായവർക്ക് മാത്രം വരുന്നൊരു അസുഖമൊന്നുമല്ല. ചെറുപ്പക്കാരിലും ഇത് പലപ്പോഴും കണ്ടുവരാറുണ്ട്. അതിന് നമ്മൾ നോക്കേണ്ടത് എന്തെങ്കിലും റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടോ എന്നുള്ളതാണ്. അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഡയബറ്റിസ്, പ്രമേഹ രോഗമാണ് ഇതിൽ ഏറ്റവും മുന്തിയ കാരണം. ഏറ്റവും കൂടുതൽ യങ് ആയിട്ടുള്ള ആളുകളിൽ ന്യൂമോണിയ ആയിട്ട് വരുമ്പോൾ നമ്മൾ സ്ക്രീൻ ചെയ്ത് നോക്കുമ്പോൾ കാണുന്ന ഒരു സംഗതിയും അവർക്ക് അറിയാതെ അവരുടെ ഉള്ളിൽ ഈ പ്രമേഹ രോഗം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇതുകൂടാതെ തന്നെ സ്റ്റിറോയിഡ്സോ അല്ലെങ്കിൽ മറ്റു ഇമ്മ്യൂണോ സപ്രസൻസ് ആയിട്ടുള്ള മരുന്നുകളോ എടുക്കുന്ന ആളുകളുണ്ടാവും. ട്രാൻസ്പ്ലാന്റ് കിട്ടിയിട്ടുള്ള ആളുകൾ, ഇല്ലെങ്കിൽ ചില രക്തത്തിലെ വാദങ്ങളൊക്കെയുള്ള ആളുകൾക്ക് ഈ സ്റ്റിറോയിഡ്സ് അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി കുറയ്ക്കാനുള്ള മരുന്നുകൾ സ്ഥിരമായിട്ട് കൊടുക്കുന്നുണ്ടാവും. അങ്ങനെയുള്ള ആളുകൾ, കിഡ്നി ഡിസീസസ് ഉള്ള ആളുകൾ, ഡയാലിസിസിലുള്ള ആളുകൾ, ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ന്യൂമോണിയ വരാനുള്ള സാധ്യത കൂടുതലാണ്. പല കാലമായിട്ടുള്ള ശ്വാസകോശത്തിന് രോഗം ബാധിച്ചിട്ടുള്ള ആൾക്കാർക്ക്, പണ്ട് TB വന്നിട്ട് ശ്വാസകോശത്തിന് ഓൾറെഡി ഡാമേജ് സംഭവിച്ചിട്ടുള്ള ആൾക്കാർ, അതേപോലെ ബെഡ് റിഡൻ ആയിട്ടുള്ള സ്ഥിരമായിട്ടുള്ള രോഗികളായിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഇത് വരാനുള്ള സാധ്യത കൂടുതലാണ്. എന്തൊക്കെയാണ് ന്യൂമോണിയയുടെ ലക്ഷണങ്ങൾ? സാധാരണയായിട്ടുള്ള പനിയും ചുമയായിട്ടൊക്കെ തന്നെയാണ് ന്യൂമോണിയയും തുടങ്ങുക. ഇൻഫെക്ഷൻ ആദ്യത്തെ സ്റ്റേജിൽ തന്നെ ട്രീറ്റ് ചെയ്ത് തീർന്നാൽ ചിലപ്പോൾ അത് ചെറിയൊരു ആൻറ്റിബയോട്ടിക് തെറപ്പിയിൽ അവസാനിക്കും. ചിലരിൽ ഈ ഇമ്മ്യൂണിറ്റി കുറവുള്ള ആളുകളിലോ ഇല്ലെങ്കിൽ നിങ്ങൾ ആൻറ്റിബയോട്ടിക് തെറപ്പി പ്രോപ്പറായിട്ട് കംപ്ലീറ്റ് ചെയ്യാതെ വന്നാലോ അത് ന്യൂമോണിയ ആയിട്ട് പ്രോഗ്രസ് ചെയ്യാം. ചുമ, കഫം, പോലെ പനി, ഇതൊക്കെ തന്നെയാണ് ഏറ്റവും കോമൺ ആയിട്ടുള്ള ലക്ഷണങ്ങൾ. ഇത് കൂടാണ്ട് ചിലർക്ക് ഇത് നെഞ്ചുവേദന മാത്രമായിട്ടും കാണപ്പെടാറുണ്ട്. നെഞ്ചുവേദനയായിട്ട് വരുമ്പോൾ നമ്മൾ എക്സ്റേ ഒക്കെ എടുത്ത് നോക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ കൂട്ടത്തിൽ ന്യൂമോണിയ കാണാം. എങ്ങനെ ന്യൂമോണിയ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാം? ചെസ്റ്റ് എക്സ്റേ എടുത്ത് നോക്കിയാലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ന്യൂമോണിയ ഉണ്ടോ ഇല്ലയോ എന്ന് കാണുക. അതേപോലെ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ ശ്വാസകോശത്തിൻ്റെ ഉള്ളിൽ നിന്ന് കഫത്തിൻ്റെ ശബ്ദങ്ങളൊക്കെ കേൾക്കാം. പക്ഷേ എക്സ്റേ എടുക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ CT എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൺഫേം ചെയ്ത് ന്യൂമോണിയ ഉണ്ടോ ഇല്ലയോ എന്ന് പറയാനായിട്ട് സാധിക്കുള്ളൂ. വൺസ് ന്യൂമോണിയ ഉണ്ടെന്ന് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ബ്ലഡ് ടെസ്റ്റുകളൊക്കെ ചെയ്ത് അതിൻ്റെ സിവിയറിറ്റി എത്രയാണെന്ന് കണ്ടുപിടിക്കും. കഫം ടെസ്റ്റ് ചെയ്ത് നോക്കി അതെന്ത് ബാക്ടീരിയ ആണോ ഫംഗസ് ആണോ എന്താണ് ഇത് കോസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതും നമ്മൾ കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റുകൾ ചെയ്യും. ചുരുക്കം ചില ആളുകളിൽ നമുക്കിപ്പോൾ കഫത്തിൻ്റെ ടെസ്റ്റുകളൊന്നും എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ബ്രോങ്കോസ്കോപ്പി എന്ന് പറഞ്ഞിട്ടുള്ള ട്യൂബ് ഉള്ളിലേക്ക് ഇട്ടിട്ടുള്ള ഒരു ടെസ്റ്റ്
വരെയും നമ്മൾ ചെയ്യാറുണ്ട്. ന്യൂമോണിയയുടെ ട്രീറ്റ്മെൻറ്റ് ആൻറ്റിബയോട്ടിക് തന്നെയാണ്. ആൻറ്റിബയോട്ടിക് ട്രീറ്റ്മെൻറ്റ് നമ്മൾ സാധാരണ അസുഖങ്ങൾക്ക് കൊടുക്കണേക്കാളും കുറച്ച് കൂടുതൽ ദൈർഘ്യത്തിൽ കൊടുക്കേണ്ടി വരും. 7 മുതൽ 14 ദിവസം വരെയൊക്കെ ഇഞ്ചക്ഷനായിട്ട് തന്നെ ചിലപ്പോൾ ആൻറ്റിബയോട്ടിക്സ് കൊടുക്കേണ്ടി വന്നേക്കാം. ന്യൂമോണിയ പ്രോഗ്രസ് ചെയ്ത് സെപ്സിസ് മറ്റുള്ള അവയവങ്ങളിലൊക്കെ ബാധിച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ട്രീറ്റ്മെൻറ്റ് വീണ്ടും നീണ്ടുപോകാം. അതിന് മറ്റ് സപ്പോർട്ടീവ് തെറപ്പിയൊക്കെ ആവശ്യം വന്നേക്കാം. എന്താണ് ന്യൂമോണിയയുടെ കോംപ്ലിക്കേഷൻസ്? ന്യൂമോണിയ എന്തുകൊണ്ടാണ് എല്ലാവരും ഇത്ര ഭയപ്പെടുന്നത്? പലപ്പോഴും നമ്മൾ നോക്കിയാൽ കാണാം, ഒരുപാട് അസുഖങ്ങളൊക്കെ ഉള്ള ആൾക്കാരായിരിക്കും, പക്ഷേ അവസാനം മരിക്കുന്നത് ന്യൂമോണിയ വന്നിട്ടായിരിക്കും. കാരണം വൺസ് ഈ ഇൻഫെക്ഷൻ ലങ്ങിൽ പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ലങ്സിൽ നിന്ന് ഇത് ബ്ലഡിലൂടെ പോകാനും മറ്റുള്ള അവയവങ്ങളിൽ എത്താനും സാധ്യതയുണ്ട്. അങ്ങനെയുള്ളൊരു കണ്ടീഷനെയാണ് നമ്മൾ സെപ്സിസ് എന്ന് പറയുക. സെപ്സിസ് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആണ്. അത് കിഡ്നിയെയും ഹാർട്ടിനെയൊക്കെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. സെപ്റ്റിക് ഷോക്ക് വരെ പോകാനുള്ള സാധ്യതയുണ്ട്. എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം? പ്രിവെൻഷൻ എപ്പോഴും സിമ്പിളാണ്. മാസ്ക് ധരിക്കുക, അസുഖങ്ങൾ പകരാതിരിക്കാനായിട്ട് നോക്കുക, ഹാൻഡ് ഹൈജീൻ പാലിക്കുക. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഓൾറെഡി എന്തെങ്കിലും അസുഖങ്ങളുള്ള ആൾക്കാരാണെങ്കിൽ ആ അസുഖത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ് കൃത്യമായിട്ട് എടുക്കുക. ലങ്സിന് അസുഖങ്ങളുള്ള ആൾക്കാരാണെങ്കിൽ എസ്പെഷ്യലി ഇപ്പോൾ നിങ്ങൾ ഇൻഹേലർ ഉപയോഗിക്കുന്ന ആൾക്കാരാണോ ഇൻഹേലർ ഉപയോഗിക്കുക. അതേപോലെ പ്രത്യേകിച്ച് പ്രമേഹത്തിൻ്റെ ഡയബറ്റീസിൻ്റെ പ്രോബ്ലം ഉള്ള ആൾക്കാരാണെങ്കിൽ കറക്റ്റായിട്ട് മരുന്നുകൾ എടുക്കുക, ആ ഡയബറ്റീസ് നല്ല കൺട്രോളിൽ വെക്കുക. വാക്സിനേഷൻസ് എടുക്കുക. ഓൾറെഡി അസുഖങ്ങളുള്ള കിഡ്നിയുടെ ഡിസീസോ അല്ലെങ്കിൽ ഡയബറ്റീസോ ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ റെക്കമെൻഡഡ് ആയിട്ടുള്ള വാക്സിൻസ് എല്ലാം നേരത്തെ തന്നെ എടുത്തു വയ്ക്കുക. ന്യൂമോണിയ വളരെ കോമൺ ആയിട്ടുള്ളൊരു അസുഖമാണ്. ആദ്യമേ തന്നെ കണ്ടുപിടിച്ചാൽ സിമ്പിളായിട്ടുള്ള ആൻറ്റിബയോട്ടിക്സിലൂടെ തന്നെ മാറാൻ പറ്റുന്ന അസുഖമാണ്. നിങ്ങളുടെ പൊതുവായിട്ടുള്ള ആരോഗ്യത്തിനെ കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ് ഈ അസുഖം പ്രിവെൻറ്റ് ചെയ്യാനുള്ള ഏറ്റവും നല്ല വഴി. പ്രത്യേകിച്ച് മരുന്നുകളൊക്കെ എടുക്കുന്ന ആളുകൾ അതെല്ലാം കൃത്യമായിട്ട് എടുക്കുക. എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ നേരത്തെ തന്നെ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് തേടുക.